ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലേസർ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ ആണ്. സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി ഫിസിക്സിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ആദ്യമായിട്ട് ലേസർ, നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ലേസർ ഈസ് എ ഫോട്ടോണിക് ഡിവൈസ് ടു പ്രൊഡ്യൂസ് ഇൻറ്റൻസ് മോണോക്രോമാറ്റിക് കൊഹറൻ ആൻഡ് യൂണിഡയറക്ഷണൽ ബീം ഓഫ് ലൈറ്റ്. അപ്പോൾ ലേസർ എന്ന് പറയുന്നത് ഒരു ഫോട്ടോണിക് ഡിവൈസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു ഡിവൈസ് ആണ്. ഇത് ഇൻറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള ബീം ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ലേസർ എന്ന് ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, അതാണ് മാസർ, അതിൻ്റെ ഫുൾ ഫോം ആണ് കേട്ടോ. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഈ 3 സംഭവങ്ങളാണ്. നോക്കാം. ലേസർ ഈസ് എ സ്പെക്ടാക്കുലർ ഓപ്റ്റിക്കൽ ഫിനോമിനൻ എക്സിബിറ്റഡ് ഓൺലി ബൈ സർട്ടൈൻ ക്ലാസ് ഓഫ് സോളിഡ്സ് ആൻഡ് നോൺ ഇൻട്രാക്ടിങ് ഗ്യാസസ്. അപ്പോൾ കുറച്ച് ക്ലാസ് ഓഫ് സോളിഡ്സും അതുപോലെ ഇൻട്രാക്ട് ചെയ്യാത്ത ഗ്യാസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലേസർ ഒരു സംഭവം ആ ഒരു ഫിനോമിനൻ എക്സിബിറ്റ് ചെയ്യുന്നത്. This is because discrete energy levels are essential for laser action. ഇതെന്തുകൊണ്ടാണ്? ലേസർ ആക്ഷന് വേണ്ടിയിട്ട് ഡിസ്ക്രീറ്റ് എനർജി ലെവൽ എസെൻഷ്യൽ ആയിരിക്കണം, അത് നിർബന്ധമായിരിക്കണം. പിന്നെ വരുന്ന ഇമ്പ്യൂരിറ്റി ഡോപ്പഡ് സെമി കണ്ടക്ടേഴ്സ് ആർ ആൻഡ് നോൺ ഇൻട്രാക്ടിങ് ഗ്യാസസ് ഗീവ് റൈസ് ടു ഡിസ്ക്രീറ്റ് എനർജി ലെവൽ. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സും അതുപോലെ ഇമ്മ്യൂണിറ്റി ഡോപ്പ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടേഴ്സും അതുപോലെ നോൺ ഇൻട്രാക്റ്റഡ് ആയിട്ടുള്ള ഗ്യാസും ഒക്കെ എന്താണ് ഈ ഡിസ്ക്രീറ്റ് ലെവല് റേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. A material medium is composed of large number of atoms which are characterized by a specific system of energy levels. നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. The number of atom per unit volume that occupy a given energy level is called a population of that energy level. അപ്പോൾ ഒരു എനർജി ലെവലിൻ്റെ പോപ്പുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൻ്റെ അകത്തുണ്ടാവുന്ന നമ്പർ ഓഫ് ആറ്റംസ്, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇത്രയും സ്ഥലം എന്നൊക്കെ ഉണ്ടാവും, അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ പറ്റിയിട്ട് ഇനിയാണ് നമുക്ക് കടക്കാൻ പോകുന്നത് കേട്ടോ പാഠഭാഗത്തേക്ക്. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഒക്കെ ഉണ്ട് കേട്ടോ. ബിഫോർ അബ്സോർപ്ഷനും അതുപോലെ ആഫ്റ്റർ അബ്സോർപ്ഷനും ഉള്ള ഫിഗേഴ്സ് ഉണ്ട്. സപ്പോസ് ആൻ ആറ്റം ഈസ് ഇൻ ലോവർ എനർജി ലെവൽ E1. അപ്പോൾ ലോവർ എനർജി ലെവലിലാണ് ഒരു ആറ്റം ഇപ്പോൾ ഉള്ളത്, അങ്ങനെ വിചാരിക്കാം. ഇഫ് എ ഫോട്ടോൺ ഓഫ് എനർജി HV ഈക്വൽ ടു H ന്യൂ എന്നാണ്, ആ ഒരു കുഞ്ഞി വി ആണ് കേട്ടോ അത്. E2 minus E1 is incident on the atom. Photon gives its energy to atom and it disappears. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി, ഇഫ് എ ഫോട്ടോൺ ഓഫ് എനർജി തന്നിട്ടുണ്ട് E2 മൈനസ് E1 ആണ്, ഒരു ആറ്റത്തിലുള്ള ഫോട്ടോണിൻ്റെ എനർജി തന്നിട്ടുണ്ട്, ഇതിന് എനർജി കിട്ടും. എന്നിട്ട് ഫോട്ടോൺ ഗീവ്സ് ഇറ്റ്സ് എനർജി ടു ആറ്റം. ഫോട്ടോൺ എന്ത് ചെയ്യും? ആറ്റത്തിന് എനർജി കൊടുക്കും, അത് കഴിഞ്ഞ് അത് ഡിസപ്പിയർ ചെയ്ത് പോകും. Then we say that the atom absorbed an incident photon. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ആറ്റം ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് അബ്സോർപ്ഷൻ ദ ആറ്റം ജംപ്സ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് E2. അപ്പോൾ ഈ ഒരു എനർജി കിട്ടുമ്പോൾ ആറ്റം എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും, ചാടിയിട്ട് അപ്പുറത്തുള്ള വേറെ എനർജി ലെവലായിട്ടുള്ള E2 പോകും. അപ്പോൾ E1 ഉണ്ടായിരുന്ന ആറ്റത്തിന് ഫോട്ടോൺ എന്ത് ചെയ്യണം? എനർജി കൊടുക്കും. അപ്പോൾ ആറ്റം ഫോട്ടോൺ അബ്സോർബ് ചെയ്യുമ്പോൾ എന്താവും? ആ ഒരു ആറ്റത്തിന് അവിടെ എനർജി കിട്ടും, എന്നിട്ട് അത് E2 ജമ്പ് ചെയ്യും. അതിനെയാണ് പറയുന്നത് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് സ്പോണ്ടേനിയസ് എമിഷൻ. ആൻ ആറ്റം കനോട്ട് സ്റ്റേ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേജ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഒരു ആറ്റത്തിന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കുറേ നേരം ഒന്നും നിൽക്കാനായിട്ട് പറ്റില്ല. In about 10 raised to minus 8 seconds, the atom come back to lower state E1 by releasing a photon energy H nu equal to E2 minus E1. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞത്? ഒരു 0 സെക്കൻഡ് എന്ന് പോലും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അല്ലേ. 10 raised to minus 8 സെക്കൻഡ് അത്ര ആകുമ്പോഴേക്കും ആറ്റം തിരിച്ച് അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്, ലോവർ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും. ഈ ഒരു എനർജി റിലീസ് ചെയ്തിട്ട് തിരിച്ചു വരും. ദിസ് എമിഷൻ ഓഫ് ഫോട്ടോൺ ഒക്കേഴ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് വിതൗട്ട് എനി എക്സ്റ്റേണൽ ഇംപെറ്റസ് ഗീവൻ ടു ദ എക്സൈറ്റഡ് ആറ്റം ഇസ് കോൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ ഈ ഒരു എമിഷൻ, ഫോട്ടോണിന് ഒരു എമിഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ, ഇതിനാണ് ഉദ്ദേശിക്കുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ. പെട്ടെന്ന് അത് റിലീസ് ചെയ്യും. ഈ ഒരു ആറ്റത്തിന് അധികം നേരമൊന്നും അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു സ്പോണ്ടേനിയസ് എമിഷൻ്റെ ഫിഗറും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും നോക്കാം.
നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. An atom in excited state need not wait for spontaneous emission of photons. Suppose a photon of energy E2 minus E1 interact with an excited atom at the energy level E2 before its spontaneous emission takes place. Then the excited atom at energy level E2 makes a downward transition to energy level E1 by releasing 2 photons each of energy h nu. This is called stimulated emission. അപ്പോൾ ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്? ഒരു ആറ്റം അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതിനധികം ഒരു സ്പോണ്ടേനിയസ് എമിഷന് വേണ്ടിയൊന്നും ചിലപ്പോൾ ഫോട്ടോൺ കാത്തിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഫോട്ടോൻ്റെ എനർജി E2 മൈനസ് E1 ആയിട്ടുള്ള ഒരു ഫോട്ടോൻ്റെ എനർജി. അപ്പോൾ അതെന്താണ്? എക്സൈറ്റഡ് ആറ്റം അത് എനർജി ലെവൽ E2ലാണ് ഉണ്ടായിരുന്നത്. സ്പോണ്ടേനിയസ് എമിഷന് മുന്നേ അത് E2ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആറ്റത്തിന് എനർജി ലെവൽ E2 ആയിട്ടുള്ള ആറ്റത്തിന് താഴോട്ട് വരണം. ഇപ്പോൾ അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ ഈ ആറ്റത്തിന്. അപ്പോൾ അതെന്ത് ചെയ്യും? 2 ഫോട്ടോൺസിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ചിലപ്പോൾ സ്പോണ്ടേനിയസ് എമിഷൻ വരെ ഒന്നും കാത്തിക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ അവിടെ നടക്കും. Thus the phenomenon of forced photon emission by an excited atom due to action of external agency is called stimulated emission or induced emission. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ തന്നെയാണ് ഇൻഡ്യൂസ്ഡ് എമിഷൻ എന്ന് കൂടെ പറയുന്നത് കേട്ടോ. അത് നോക്കിക്കോളൂ. ഈ ഒരു ഫിനോമിനൻ, ഒരു ഫോഴ്സ്ഡ് ഫോട്ടോൺ എമിഷൻ, ഇതിനെയാണ് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസി കാരണം എക്സൈറ്റഡ് ആവുന്ന ഈ ഒരു എമിഷനെ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് എമിഷൻ. അപ്പോൾ ഇതിന്റെ ഫിഗേഴ്സും നോക്കാം. ഇവിടെ 2 എന്താണ് എനർജി ആ ഒരു വേവ് ഒക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ നോക്കിക്കോളൂ. നെക്സ്റ്റ് വരുന്നതാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ ആൻഡ് പമ്പിങ്. പോപ്പുലേഷൻ ഇൻവേർഷൻ, ഇതിൽ ബോട്ട്സ്മാൻ ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലോ വരുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സപ്പോസ് ദാറ്റ് എ മെറ്റീരിയൽ മീഡിയം ഹാസ് ആറ്റംസ് വിച്ച് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഓൺലി 2 എനർജി ലെവൽ. അപ്പോൾ നമ്മൾ 2 എനർജി ലെവൽ വെച്ചിട്ടാണല്ലേ ആറ്റത്തിനൊക്കെ അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി പറയാറുള്ളത്. ലെറ്റ് E1 ബി ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് E2 ബി ദ എക്സൈറ്റ് ലെവൽ. അപ്പോൾ E1 ആണ് നമ്മൾ ഗ്രൗണ്ട് ലെവലായിട്ട് പറയുന്നത്, E2നെയാണ് എക്സൈറ്റഡ് ലെവലായിട്ട് പറയുന്നത്. ആറ്റംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിഫറെൻ്റ്ലി ഇൻ ദിസ് 2 എനർജി ലെവൽസ്. അപ്പോൾ ഇത് 2 എണ്ണത്തിലേക്കായിട്ടാണ് ആറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ദ പോപ്പുലേഷൻ അറ്റ് ദ ലെവൽസ് E1 ആൻഡ് E2 ബി N1 ആൻഡ് N2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ E1ൽ ഉള്ള പോപ്പുലേഷനാണ് N1, അതുപോലെ E2ലുള്ള പോപ്പുലേഷനാണ് N2. At thermal equilibrium, the population at the energy level can be found with the help of Boltzmann law. അപ്പോൾ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഈ ഒരു പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ബോൾട്സ്മാൻ ലോ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ N1 ഈക്വൽ ടു E raised to E1 by KT and N2 ഈക്വൽ ടു E raised to മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് E2 by KT. where K is Boltzmann constant and T is temperature in Kelvin. അപ്പോൾ ഇവിടെ T എന്ന് പറയുന്നത് കെൽവിനിലുള്ള ടെമ്പറേച്ചർ ആണ്, അതുപോലെ K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ദിസ് ഷോസ് വാട്ട് എവർ പിന്നെ N2 by N1 ഉണ്ട് കേട്ടോ, E raised to minus E2 minus E1 divided by KT. വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് E2 മൈനസ് E1 ആൻഡ് T, N2 എന്താണ് ഭയങ്കര ലെസ് ദാൻ N1, അല്ലെങ്കിൽ N1 എന്ന് പറയുന്നത് N2നേക്കാളും അത്രയും വലുതാണ് N1, അതാണ് ഉദ്ദേശിക്കുന്നത്. This means that the thermal equilibrium, the number of atoms in lower energy level E1 is always larger than the higher energy level. അപ്പോൾ higher energy level E2നേക്കാളും ഭയങ്കര വലിയ thermal equilibrium അല്ലെങ്കിൽ number of atoms ആണ് E1ൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. This distribution of atoms among the energy level is termed normal distribution. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ N1 ആണ് N2നേക്കാളും ഭയങ്കര വലുത്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷനേക്കാളും കൂടുതൽ അബ്സോർപ്ഷൻ ആയിരിക്കും നടക്കുക. പിന്നെ അതിൻ്റെ 2 ഫിഗേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. This population inversion is the non-equilibrium state of material in which population of higher energy level N2 exceeds the population of lower energy level N1. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ N1 N2നേക്കാളും വലുതാണ് N1 എന്നുള്ള കേസാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ N2നേക്കാളും ചെറുതാണ് N1 എന്നുള്ള കേസിലാണ് ഇൻവേർട്ടഡ് സ്റ്റേറ്റ്. രണ്ടിൻ്റെയും ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. To transfer atom from the lower energy level to higher energy level energy must be supplied to the medium. അപ്പോൾ ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലോട്ട് ഉണ്ടാകുന്ന ഒരു ആറ്റംസിൻ്റെ ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സപ്ലൈയിങ് ഓഫ് എനർജി ടു മീഡിയം ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് കോൾഡ് പമ്പിങ്. അപ്പോൾ ഇവിടെ ഒരു എനർജി സപ്ലൈയിങ് നടക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ പമ്പിങ് എന്ന് പറയുന്നത്. There are several methods of pumping. അപ്പോൾ കുറേ ടൈപ്പ് പമ്പിങ് ഉണ്ട്. ഒപ്റ്റിക്കൽ പമ്പിങ്, ഇലക്ട്രിക്കൽ ചാർജ്, ഡയറക്റ്റ് കൺവേർഷൻ ആർ സം ഓഫ് ദം.
അപ്പോൾ ഇത് പമ്പിംഗ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ പമ്പിങ്, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡയറക്റ്റ് കൺവേർഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. Optical pumping, a light source is used to eliminate a medium to achieve population inversion. അപ്പോൾ ഒപ്റ്റിക്കൽ പമ്പിങ്ങിൽ ഒരു ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെത്തേഡിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കോസസ് അയോണൈസേഷൻ ഓഫ് മീഡിയം ആൻഡ് റൈസ് ഇറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇൻ സെമി കണ്ടക്ടർ ഡയോഡ് ലേസേഴ്സ് ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ് എനർജി ടേക്ക് പ്ലേസ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജീനെ അവിടെ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ്. പോപ്പുലേഷൻ ഇൻവേർഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പമ്പിങ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് പമ്പിങ്ങിലൂടെയാണ്. സിൻസ് ദ ലൈഫ് ടൈം ഓഫ് എക്സൈറ്റഡ് ആറ്റംസ് 10⁻⁸ സെക്കൻഡ് ദേ റിലീസ് ദെയർ എനർജി ത്രൂ സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ ഈ ഒരു ലൈഫ് ടൈം ആയിട്ടുള്ള 10⁻⁻ സെക്കൻഡിലെ അവർ റിലീസ് ചെയ്യുന്ന എനർജി സ്പോണ്ടേനിയസ് എമിഷനിലൂടെ ആയിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് ആറ്റം കനോട്ട് സ്റ്റേ ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഫോർ എ ലോങ് ടൈം. ഇത് ഉദ്ദേശിക്കുന്ന എന്താ, ആറ്റംസിന് അധികം നേരമൊന്നും അവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാനായിട്ട് പറ്റില്ല. പോപ്പുലേഷൻ ഇൻവേർഷൻ കനോട്ട് ബി അച്ചീവ്ഡ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്താ, പോപ്പുലേഷൻ ഇൻവേർഷൻ അവിടെ നടക്കില്ല. In order to achieve population inversion, atoms have to wait in excited state till a large number of atoms accumulate in that level. അപ്പോൾ ഇത് നടക്കണം, പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറേ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. In other words, population inversion can be achieved in an excited state which has a longer lifetime. Such state is called a metastable state. A long time അവിടെ നിൽക്കേണ്ട വരും എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ പറയുന്നതാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 10⁻⁻6 to 10⁻⁻3 സെക്കൻഡ്സ് ആണ്. പിന്നെ ഇത് ലേസർ ആക്ഷന് നെസസറി ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തതാണ് ടൈപ്സ് ഓഫ് ലേസേഴ്സ്. ദർ ആർ സെവറൽ വേസ് ഓഫ് ക്ലാസിഫൈങ് ലേസേഴ്സ്. അപ്പോൾ കുറേ വേസിൻ്റെ ലേസേഴ്സ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് അത് സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് 4 ആയിട്ടാണ്. ഒന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ്, പിന്നെ ഗ്യാസ് ലേസേഴ്സ്, ലിക്വിഡ് ലേസർ, പിന്നെ സെമി കണ്ടക്ടർ ഡയോഡ് ലേസർ. 4 ലേസേഴ്സാണ് ഉള്ളത്. പിന്നെ റൂബി ലേസർ എന്താണെന്ന് ചോദിക്കാം. അതൊരു സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്. Theodore Maiman of USA in 1960 fabricated the first laser using a ruby crystal. Ruby crystal യൂസ് ചെയ്തിട്ടാണ് ഒരു ലേസർ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. The ruby crystal rod is a crystal of aluminum oxide doped with chromium ions at a concentration of about 0.05% by weight. അപ്പോൾ ഇത് അലുമിനിയം ഓക്സൈഡിൽ ക്രോമിയം അയോൺസ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്രിസ്റ്റലാണ് റൂബി ക്രിസ്റ്റൽ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വെയിറ്റ് 0.05% ഒക്കെയാണ്. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഫിഗറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ റൂബി ലേസറിനെ പറ്റിയൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാം. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ റൂബി ലേസർ കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ക്രിസ്റ്റൽ റോഡ് ഓഫ് റൂബി ഓഫ് അബൌട്ട് 4 cm in length and 0.5 cm diameter whose ends are flat and one of which is completely silvered and other partially silvered. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ലെങ്ത്ത് 4 cm ആണ്, ഡയാമീറ്റർ 0.5 cm ആണ്. പിന്നെ ഇത് സിൽവർ ആയിട്ട് കവേർഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് പാർഷ്യലി കവേർഡ് ആണ്, പാർഷ്യലി സിൽവേർഡ് ആണ്. ദ സിൽവേർഡ് ആൻഡ് ദസ് ഫോം എ റെസൊണൻറ്റ് ക്യാവിറ്റി. അപ്പോൾ അവിടെ ഒരു റെസൊണൻറ്റ് ക്യാവിറ്റി ഫോം ചെയ്യും. പിന്നെ ദ റൂബി റോഡ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ഹെലിക്കൽ ഫോട്ടോഗ്രാഫിക് ഫ്ലാഷ് ലാമ്പ് ഫിൽഡ് വിത്ത് സെനൻ കോൾഡ് സെനൻ ലാമ്പ്. അപ്പോൾ എന്താണ് സെനൻ ലാമ്പ് എന്ന് ചോദിക്കാം. റൂബി റോഡ് ഒരു ഹെലിക്കൽ ഫോട്ടോഗ്രാഫിക് ഫ്ലാഷ് ലാമ്പിൻ്റെ അകത്ത് വെച്ചിട്ട് സെനൻ ഫിൽ ചെയ്തിട്ടുള്ളത്, അതിനെയാണ് സെനൻ ലാമ്പ് എന്ന് പറയുന്നത്. The Xenon flash lamp is connected to a capacitor which discharges a few thousand joules of energy in a few milliseconds. This results in a power output of a few megawatts. The flash lamp acts as the optical pumping system. അപ്പോൾ ഇത് ഫ്ലാഷ് ലാമ്പ് ഒപ്റ്റിക്കൽ പമ്പിങ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ മുന്നേ ഒപ്റ്റിക്കൽ പമ്പിങ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലുള്ളതാണ് ഫ്ലാഷ് ലാമ്പ്. ഇനി ഇതിൻ്റെ വർക്കിംഗ്. When the flash lamp is switched on, xenon discharge generates in the intense burst of white light lasting for a few milliseconds. അപ്പോൾ ഫ്ലാഷ് ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ സെനൻ ഡിസ്ചാർജ് ചെയ്തിട്ട് അവിടെ ഒരു ബേസ്റ്റ് ഉണ്ടായിട്ട് ലൈറ്റ് ഒരു കുറച്ച് ടൈമിലേക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഒരു വൈറ്റ് ലൈറ്റ്. ദ ക്രോമിയം 3+
Ions are excited to the energy bands E1 and E2 by the blue and green components of white light. അപ്പോൾ ഇവിടെ ഈ അയോൺസ് എക്സിറ്റ് ചെയ്യുന്നത് E1ഉം E2ലോട്ടും എക്സിറ്റ് ചെയ്യുന്നത് ബ്ലൂവും ഗ്രീനും ലൈറ്റ്സ് ആയിട്ടായിരിക്കും. എനർജി ലെവൽസ് ഇൻ ദീസ് ബാൻഡ്സ് ഹാവ് എ വെരി സ്മോൾ ലൈഫ് ടൈം. അപ്പോൾ ഇവർക്ക് ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഭയങ്കര സ്മോൾ ലൈഫ് ടൈം ആയിരിക്കും. 10⁻⁻⁹ seconds ആയിരിക്കും ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. Hence the excited chromium 3+ ions undergo radiactive transition and drop to the metastable state M. അപ്പോൾ ഈ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ക്രോമിയം 3+ അയോൺസ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആണ്. പിന്നെ അവിടെ അവർ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഈസ് ഹാവിങ് എ ലൈഫ് ടൈം ഓഫ് നിയർലി 1000 times മോർ ദാൻ ദ ലൈഫ് ടൈം ഓഫ് E1 ആൻഡ് E2 ലെവൽ. അപ്പോൾ E1ലും E2 ലെവലിലും ഉള്ളതിനേക്കാളും 1000 ടൈംസ് കൂടുതൽ ലൈഫ് ടൈം ഇവർക്ക് ഇവിടെ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ക്രോമിയം 3+ അയോൺസ് എം ലെവലിനേക്കാളും അക്യുമുലേറ്റ് ചെയ്യും. When more than half of the chromium 3+ population accumulates at E2 level, the population inversion is achieved between state M and G. അപ്പോൾ ഈ ക്രോമിയം അയോൺസ് E2ലുള്ള ക്രോമിയം അയോൺസ് പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്നത് എമ്മിൻ്റെയും ജിയുടെയും ഇടയിലാണ്. ജി എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. പിന്നെ ഈ ഒരു എനർജി ലെവലും പിന്നെ അതിൻ്റെ ഒരു ട്രാൻസിഷനും റൂബി ലേസറിലുള്ള ട്രാൻസിഷനൊക്കെ ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ വരുന്നതാണ് ഹീലിയം നിയോൺ ലേസർ. അപ്പോൾ ഈ രണ്ട് ലേസേഴ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ പോലെയൊക്കെ വരാലോ, പറയാൻ പറ്റില്ല. അപ്പോൾ ഹീലിയം നിയോൺ ലേസർ അതുപോലെ റൂബി ലേസർ ഒക്കെ നമുക്ക് ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കമ്പയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. Ali Jawan and his co-workers in Bell Telephone Laboratories in USA fabricated the first gas laser in 1961. അപ്പോൾ ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്യാസ് ലേസർ ആയിരുന്നു. A mixture of helium and neon was taken as the laser medium and electric discharge was used for optical pumping. അപ്പോൾ ഇതും ഒപ്റ്റിക്കൽ പമ്പിലുള്ളത് തന്നെയാണ്. ഹീലിയം നിയോൺ ഗ്യാസ് ആയിരുന്നു ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രിക് ഡിസ്ചാർജും ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ദ ഹീലിയം നിയോൺ ലേസർ കൺസിസ്റ്റ് ഓഫ് എ ലോങ് ആൻഡ് നാരോ ഡിസ്ചാർജ് ട്യൂബ് ഓഫ് ലെങ്ത് 80 cm ആൻഡ് ഡയാമീറ്റർ 1 cm is filled with a mixture of helium and neon in ratio 10:1. The gas mixture of helium and neon forms lasing medium, and this mixture is enclosed between a set of mirrors forming a resonant cavity. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 80 cm, ഡയാമീറ്റർ 1 cm. അത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഹീലിയത്തിൻ്റെ നിയോണിൻ്റെയും മിക്സ്ചർ വെച്ചിട്ടാണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആണ്. ഗ്യാസ് മിക്സ്ചർ ആണ് ഹീലിയത്തിൻ്റെ നിയോണിൻ്റെയും. ഇത് ലേസിംഗ് മീഡിയം ഫോം ചെയ്യും. എന്നിട്ട് ഈ ഒരു മിക്സ്ചർ മിറേഴ്സിൻ്റെ ഇടയിൽ എൻക്ലോസ് ചെയ്ത് ബിറ്റ്വീൻ ആണ്. മിറേഴ്സിൻ്റെ ഇടയിലാണ് ഇത് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മിറർ, ഹീലിയം നിയോൺ ഗ്യാസ്, അതുപോലെ ഇലക്ട്രോഡ് കൊടുത്തിരിക്കുന്നത്, ലേസർ എങ്ങനെയാണ് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. One of the mirrors is completely reflecting and the other is partially reflecting so as to take out laser beam. അപ്പോൾ അതിലൊരു മിറർ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഒരെണ്ണം പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിരിക്കും. The discharge tube is filled with electrodes to provide discharge in the gas. Electrodes are connected to high voltage power supply. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് ഇലക്ട്രോഡ്സ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുകയായിരിക്കും. അതുപോലെ ഇലക്ട്രോഡ്സ് ഹൈ വോൾട്ടേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും 10 kV വെച്ചിട്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് കേട്ടോ. When the power is switched on, discharge take place inside the tube. The electrons and ions produced in the process of discharge are accelerated towards the respective electrodes. The energetic electrons collide with the helium atoms and excite them to higher energy levels F2 and F3. അപ്പോൾ ഇലക്ട്രോൺസ് എനർജി കിട്ടിയിട്ടുള്ള ഇലക്ട്രോഡ്സ് കൊളൈഡ് ചെയ്യും ഹീലിയം ആറ്റംസ് ആയിട്ട്. എന്നിട്ട് അത് F2ഉം F3 എന്ന് പറഞ്ഞ ഹയർ എനർജി ലെവലിലോട്ട് പോകും. These level happen to metastable and hence they stay there for a long time. അവിടെ metastable ആണ്. എന്നിട്ട് പോയി ഇലക്ട്രോൺസ് അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്യും. എക്സൈറ്റഡ് ആറ്റംസ് cannot return to ground level through spontaneous emission. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എക്സൈറ്റ് ചെയ്തിട്ടുള്ള ആറ്റംസ് തിരിച്ച് ഗ്രൗണ്ട് ലെവലിലോട്ട് ഒരു സ്പോണ്ടേനിയസ് എമിഷൻ ആയിട്ട് വരില്ല.
However, it can return to ground level by transferring its excess energy to a neon atom through a collision. അപ്പോൾ ഇതെങ്ങനെ പിന്നെ റിട്ടേൺ ചെയ്യുന്നത്? അത് അവിടെ ഒരു കൊളീഷൻ നടന്നിട്ട് നിയോൺ ആറ്റമായിട്ട് മാറും. അങ്ങനെയാണ് അവർ എനർജി റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയാണ് ഈ പോയ ആറ്റംസ് തിരിച്ചു വരിക, അവിടെ നിയോൺ ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും കൊളൈഡ് ചെയ്തിട്ട്. ആസ് എ റിസൾട്ട് നിയോൺ ആറ്റംസ് ആർ എക്സിറ്റഡ് ടു ലെവൽ C4 ആൻഡ് E6. എന്നിട്ട് ഈ നിയോൺ ആറ്റംസ് E4ഉം E6ലോട്ടും പോകും, which have approximately the same energy as the F2 and F3 of helium. ഇതെന്ന് പറയുന്നത് F2 F3 എനർജി ലെവൽ ഹീലിയത്തിനുള്ള ആ ഒരു എനർജി ലെവലിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. Thus, the discharge through the gas mixture continuously populates the neon excited energy levels E4 and E6. E4 and E6 are the metastable state. മനസ്സിലായല്ലോ? This helps to create a state of population inversion between the level E6 and the lower energy level E5 and E3. അപ്പോൾ ഇത് അവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഏതിൻ്റെയൊക്കെ ഇടയിൽ? E6ഉം അതുപോലെ ലോവർ എനർജി ലെവലായിട്ടുള്ള E5ൻ്റെ അതുപോലെ E3യുടെ ഇടയിൽ. The various transition lead to emission at a wavelength of 3.39 μm, 1.15 μm and 6328. The first two correspond to infrared region while the last one correspond to red light. Specific frequency selection may be obtained by employing mirrors which reflect only a small band of frequencies about frequency of interest. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ വേവ് ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഫിഗർ നോക്കുക. ഇതിൽ ഇങ്ങനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് നേരെ പോണത് F2 F3ലോട്ടാണ്. പിന്നെ അവിടെ നിന്ന് പോകുന്നത് E6 E4ലോട്ടാണ്. പിന്നെ അത് E6ലുള്ളത് പിന്നെ E5ലേക്കും E3ലേക്കും പോകുന്നുണ്ട്. അതുപോലെ E4ലുള്ളത് E3ലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗറൊക്കെ നോക്കി വയ്ക്കാം. ഇത്രയൊക്കെയാണ് ഈ ഒരു ഹീലിയം നിയോൺ ലേസറിൽ വരുന്നത്. ഈ ഒരു ലേസർ ഫിസിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ ഫിസിക്സ് കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ ആ ഒരു ഒപ്റ്റിക്സ്, ലേസർ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിവിഷൻ ശ്രീയിൽ വന്ന് ചോദിക്കാം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്